എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് അത്ഭുതമാണ് അല്ലെങ്കിൽ എന്ത് സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നിന്നും എന്ത് മാറ്റമാണ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മെമ്മറീസിനെയൊക്കെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ റീഡിങ്ങിലേക്ക് കടക്കുക. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ദ ഡെവിൾ കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ദ ഹെയറോഫൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. സോ തീർച്ചയായും വിത്ത് ദ ഡെവിൾ കാർഡ് നിങ്ങൾക്ക് തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ പ്രോമിനന്റ് ആയിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസയേഴ്സ്, ഒരുപാട് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകും, ഒരുപാട് അറ്റാച്ച്മെന്റ് നിങ്ങളിൽ കാണുന്നുണ്ട്, ഒരുപാട് ഫീലിങ്സ്, ഒരുപാട് റൊമാൻസ് ഒക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ഡിസയേഴ്സ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ടൈമായിട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളായിരിക്കാം. മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലിവിങ് ടുഗദർ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു കൂടുതലും നിങ്ങൾ ഒരുപാട് ടൈമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളായിരിക്കാം എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വിത്ത് 2 ഓഫ് കപ്സ് തീർച്ചയായും ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. ഒരു ഡീപ്പ് ലവ്, ഒരു ഡീപ്പ് എനർജി ഫീലിങ്സ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് അടുപ്പമുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അതായത് ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. ഒരിക്കലും ഒരു പിരിയാൻ പറ്റാത്തത്രയും ഒരു സോൾ കണക്റ്റഡ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് ദ 6 ഓഫ് സോർഡ്സ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തവണ നിങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോ ഒരുപാട് തവണ മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. മേ ബി സിറ്റുവേഷൻസ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. ഒരുപാട് തവണ നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ മ്യൂച്വലി ഡിസൈഡ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ എത്ര നിങ്ങൾ അകന്നാലും അല്ലെങ്കിൽ എത്ര നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല. എത്ര നിങ്ങൾ അകന്ന് നിന്നാലും വീണ്ടും നിങ്ങൾ യൂണിയനിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ഇഴയെടുപ്പമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര നിങ്ങൾക്ക് അകലണമെന്ന് തോന്നിയാൽ പോലും അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അങ്ങനെ ആയാൽ പോലും നിങ്ങളുടെ ആ ഒരു സോൾസ് ഒരിക്കലും അകലാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 4 ഓഫ് സോർഡ്സിന്റെ എനർജി സെപ്പറേഷൻ ടൈമിലൊക്കെ ഒരുപാട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായും ഒരുപാട് ഫീലിങ്സ്, ഒരുപാട് പെയിൻ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ട്. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഒട്ടും തന്നെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ, എപ്പോഴും കരഞ്ഞിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത്രയും നിങ്ങൾ ഡീപ്ലി ഇൻവോൾവ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഒരിക്കലും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. ഓക്കെ, സോ അത്രയും ഒരു കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ എന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ വിത്ത് ഹെറോഫൻ കാർഡ് തീർച്ചയായും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ്, അതായത് യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി, ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായി എന്ന് പലപ്പോഴും ഈ വ്യക്തിയിൽ ഒരു തോന്നൽ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡിവൈൻ എനർജി ആ ഒരു സമയത്ത് ഇടപെടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായും എത്ര അകലെ പോയാലും നിങ്ങളുടെ മെമ്മറീസ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു മാരീഡ് ലൈഫ്, ഇപ്പോൾ മാരേജ് കഴിഞ്ഞ
ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒരു അറ്റാച്ച്മെന്റ്, എന്ത് സെപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം, കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഹാപ്പിനെസ്, നല്ലൊരു അബൻഡൻസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു മെമ്മറീസ് നിങ്ങൾ തമ്മിൽ തീർച്ചയായും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലവ് എന്നുള്ള കാർഡാണ്. ഓക്കെ, സോ തീർച്ചയായും നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പ് ലവ് തന്നെയാണ് ഏഞ്ചൽസും നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് അട്രാക്ഷൻ എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും ഡീപ്ലി ഒരു കണക്റ്റഡ് ആണ്, നിങ്ങൾ ലവേഴ്സ് ആണ്, നിങ്ങൾ അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതേപോലെ തന്നെ തേർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൺഫ്യൂഷൻ എന്നുള്ള കാർഡാണ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാകാം. മേ ബി പല കാര്യങ്ങളിലുമൊക്കെ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. മേ ബി മൂവ് ഓൺ ചെയ്യണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ഓൺ ചെയ്യണോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വെയിറ്റിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളോ ഈ ഒരു വ്യക്തിയോ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരുപാട് വെയിറ്റിംഗ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കാകാം അല്ലെങ്കിൽ ഈ വ്യക്തിക്കാകാം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മുന്നോട്ട് പോക്കിന് ഒരുപാട് വെയിറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെറ്റ് ഗോ എന്നുള്ള കാർഡാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. സോ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ഒരു മോശം ഒരു അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഇൻഡിഫറൻസസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക, അതെല്ലാം റിലീസ് ചെയ്യുക. മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു എനർജിയെ അത് ഒരുപാട് തടുക്കുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. സോ തീർച്ചയായും അതുകൊണ്ട് ആയിരിക്കാം മേ ബി ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് എനർജി ഇവിടെ കാണിച്ചത്. സോ തീർച്ചയായും ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതേപോലെ തന്നെ ടയേർഡ്നെസ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി ഒരുപാട് ടയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒരുപാട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തെല്ലാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒരുപാട് അവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ടയേർഡ് ആക്കിയിട്ടുണ്ടാകാം. മേ ബി ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകാം. അതായത് ഒരുപാട് ടയേർഡ് ആകേണ്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് വളരെ ടയേർഡ് ആയി എന്നുള്ള ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഫോർത്ത് ചക്രയാണ്, ആർക്കേഞ്ചൽ റാഫേൽ. ഓക്കെ, സോ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് സപ്പോർട്ടുമായിട്ട് ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ റാഫേൽ തന്നെയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മുന്നോട്ട് പോക്കിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണിച്ചു തന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ക്ലോസ് കിട്ടിയിട്ടുണ്ട്, അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സിറ്റുവേഷൻസുമായിട്ട് അത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ എനിക്ക് 3 കാണുന്നുണ്ട്, അതേപോലെ തന്നെ 6 കിട്ടിയിട്ടുണ്ട്, 27, 33, 8, 49, 5, 15, 29, 19, 9 and 23. അതേപോലെ തന്നെ റെഡ് എന്ന് കാണുന്നുണ്ട്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, മെയ് കാണുന്നുണ്ട്, മാർച്ച്, ദെൻ ഡിസംബർ, സെപ്റ്റംബർ ആൻഡ് നവംബർ. ഓക്കെ, സോ ഈ മന്ത്സ് അല്ലെങ്കിൽ ഈ കളേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളേഴ്സ് ആയിരിക്കാം. മേ ബി ബർത്ത് മന്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഈ ഒരു മന്ത്സിൽ ഉണ്ടായിട്ടുണ്ടാകാം. മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു നമ്പേഴ്സ് മേ ബി നിങ്ങളുടെ ബർത്ത് ഡേറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സന്റെ ബർത്ത് ഡേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഈ ഒരു ഡിജിറ്റ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആകുന്ന
ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.